എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഏട്ടന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 8:45 ആയിട്ടുണ്ട്. 8:45 ആയപ്പോൾ ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഇന്ന് നേരത്തെ വരാൻ പറ്റും തോന്നുന്നു. അങ്ങനെ ചായക്ക് ഞാൻ ഏട്ടന് വേഗം പത്തിരി ഉണ്ടാക്കി കൊടുത്തു. പത്തിരി പറഞ്ഞാൽ നമ്മുടെ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കി, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പത്തിരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഗോതമ്പ് പൊടി കൊണ്ട് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു പത്തിരിയായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ അമ്മ അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നേ ആദ്യമൊക്കെ. അപ്പോൾ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു പത്തിരി ഉണ്ടാക്കി അങ്ങനെ ഏട്ടന് കൊടുത്ത് ഏട്ടെല്ലാം കൂടെ ഡ്യൂട്ടിക്ക് പോയി. അതിനിപ്പം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ കടയിൽ പോയപ്പം പുറത്ത് പോയപ്പം കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിക്കനെ കൊണ്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. തേങ്ങ ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ ഏട്ടന് മാത്രമായിരുന്നേ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. ഞാൻ എണീക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതിന് ചൂടില്ലെങ്കിൽ കഴിക്കാൻ രസം ഉണ്ടാവില്ല. കുറച്ച് ചൂടോടൊക്കെ ആണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. അങ്ങനെ ഇത് പരത്തി വെച്ചിട്ടുണ്ട്. എനിക്കില്ലേ ഇങ്ങനെ ഈ ഒരു ചട്ടീൻ്റെ അകത്ത് വെച്ചിട്ട് പരത്താൻ എങ്ങനെ അറിയില്ല. ടെൻഷനാവും കൈ പൊള്ളുമെന്നുള്ള. അപ്പം ചിലപ്പോൾ ഇതിന് ശരിക്കായിട്ടുള്ള ആകൃതിയൊന്നും കിട്ടത്തുമില്ല. അപ്പം എന്താണെന്ന് അറിയില്ല, വട്ടത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഞാൻ 2 പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 3/4 കഷ്ണമൊക്കെ അവൾ തിന്നും, ബാക്കി ഞാനും കഴിക്കും. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിന് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഞാനില്ലേ ഈ പ്രാവശ്യം ലീവിന് പോയപ്പോൾ അല്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ലീവിന് പോയ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള മല്ലിപ്പൊടിയാണ്. ആ ഒരു ടൈമിൽ അമ്മ തിരക്ക് അതിനെക്കൊണ്ട് ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസമായിട്ടാണ് അമ്മ മല്ലിപ്പൊടി എനിക്ക് ആക്കി തന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആക്കി തന്നല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചത്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പൊടിക്കുന്ന മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ ടൈമിൽ അവർ പച്ചമല്ലി മാത്രം പൊടിച്ചത്. അതിൻ്റെ അകത്ത് കറിവേപ്പിലയും വേറെ കുറേ കാര്യങ്ങളൊക്കെ ചേർക്കുമല്ലോ, അതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മല്ലി സാമ്പാറിലും ഇറച്ചിക്കറിയിലൊക്കെ ഇട്ടാലും ഒരു രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ചും കൂടെ ഒന്ന് വറുത്ത് ഒരു കുറച്ച് കളറൊക്കെ ആവുന്നവരെ വറുത്തെടുത്തിട്ട് കറി വയ്ക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ മാറ്റം വരുമ്പം തന്നെ ഞാനിങ്ങനെ ഇറക്കി വയ്ക്കും കേട്ടോ. കരിഞ്ഞു പോകത്തില്ല. കരിഞ്ഞു പോയാൽ പിന്നെ മൊത്തത്തിലുള്ള ടേസ്റ്റും അങ്ങ് പോവും. കരിഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്നത് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഈ ഒരു മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം ചിക്കൻ ഈ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ കറി കുക്കറിലാട്ടോ വയ്ക്കുക, വേറെ പാത്രത്തിലൊന്നും വെക്കില്ല. കുക്കറിലാകുമ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എനിക്കൊരു വിസിൽ കണക്കിൽ അതിൻ്റെ വേവ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ എനിക്കില്ലേ വെന്തിക്കോ എന്ന് അറിയാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഞാൻ ഒരു 2 വലിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വേറൊരു തരത്തിലുള്ള കറിയാണ്. അങ്ങനെ കുറച്ച് വലിയുള്ളി അരിഞ്ഞതും പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചതും പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് നേരം ഒരു 1.5 കഷ്ണം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ മല്ലിപ്പൊടീൻ്റെ മിക്സ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചി മസാല ഞാൻ ഇവിടെ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, കടയിൽ നിന്ന് വാങ്ങിച്ച ഇറച്ചി മസാലയായിരുന്നേ. അപ്പം അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടെ ഇടും. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. കൈ വെച്ച് കുഴച്ചാലാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ചധികം ഉള്ളിയൊക്കെ ഉള്ളതിനെ കൊണ്ട് ചിലപ്പോൾ എല്ലാവരും അയിന്ന് വരില്ല. അപ്പം സ്പൂൺ വെച്ചാക്കുമ്പോൾ അപ്പം കൈ വെച്ച് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കും. ഇങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുട്ടു പറഞ്ഞതാണ് കേട്ടോ. ഓന് ഡ്യൂട്ടീൻ്റെ സമയത്ത് ചിലപ്പം ഇങ്ങനെ ഓനൊരു വണ്ടി എടുത്തെവിടെയെങ്കിലും പോകാറുണ്ട്, മിലിറ്ററീൻ്റെ വണ്ടിയില്ലേ. ആ ടൈമിൽ സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കാറുണ്ടായിരുന്നേ. അപ്പം ചില സമയത്ത് ചിക്കൻ വാങ്ങിയാൽ പ്രത്യേകിച്ച് ഉള്ളിയൊന്നും വാട്ടാനൊന്നും ആവായിട്ട് ഇങ്ങനെയാണ് ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുക. അപ്പം നല്ല രസമായിരുന്നേ. പിന്നെ നാട്ടിൽ ലീവിന് വരുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. വീട്ടിൽ അമ്മയ്ക്ക് അച്ഛനും പിന്നെ ഞാൻ ചെന്ന് എനിക്ക് ഉണ്ടാക്കി തരുവേ. പക്ഷെ അന്നേരം ഞാൻ കൂട്ടി വെക്കുമ്പോൾ നല്ല രസമാണ്. അതുപോലെ അവന് നന്നായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനറിയാം. അതേപോലെ തന്നെ കപ്പയില്ലേ, നമ്മളെ നാട്ടിൽ പൂള എന്നാണ് പറയുക.
അത് പുഴുങ്ങിയിട്ട് ചെറിയുള്ളിയൊക്കെ വറുത്തിട്ടിട്ട് നല്ല രസമാണ്. ഇതൊക്കെ അവൻ ആസാമിൽ പോസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം പഞ്ചാബിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുന്നേ ആസാമിലായിരുന്നേ. ആസാമിലായ സമയത്ത് അവിടെ ധാരാളം കപ്പ കിട്ടും തോന്നുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അവൻ കപ്പയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തുള്ളി വേണ്ട, ഉള്ളീൻ്റെ വെള്ളം ചിക്കൻ്റെ വെള്ളം ഉള്ളത് കാരണം വെള്ളം വേണ്ട. ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിലാകുമ്പോഴത്തേക്ക് തന്നെ അത് വെന്ത് കിട്ടും. അത് വേവാൻ വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു 2 വെള്ളിയുള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ശരിക്കും പറയാതെ ഈ ഒരു കറിക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ഒരു ഓയിലിൻ്റെ ലഭ്യതക്കുറവ് കാരണം ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു പരന്ന പാത്രത്തിലാകുമ്പം കുറച്ച് മതിയല്ലോ. എന്നിട്ട് അങ്ങനെ അതൊന്ന് ഉള്ളിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ആക്കാൻ വിചാരിച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ ബീട്രൂട്ടിൻ്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബീട്രൂട്ടും വലിയുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പേരി ആക്കുന്നുണ്ട്. ഇനി ഒരു ചിക്കൻ കറിയും ഉപ്പേരിയും പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ട് ഇവിടെ. അപ്പോൾ അതും കൂടെ കൊടുത്തു വിടാൻ വിചാരിച്ചു. അപ്പം ഉള്ളി ഇങ്ങനെ വാടി വരുന്നുണ്ട്. അങ്ങനെ ഉള്ളി ഇതാ ഏകദേശം ഒരു കളറൊക്കെ മാറിയിട്ട് ഈ ഒരു രീതിക്കായി വന്നിട്ടുണ്ട്. ഇത്രത്തോളം വാടിയാൽ മതി. ഇനി ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്ത് അധികം വെളിച്ചെണ്ണയൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ഇതിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരിക്കും കറിക്ക്. ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ മറ്റേ ധന്യ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ ഒരു നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കറിയും ആയിട്ടുണ്ട്. ഇനിയിപ്പം ഏട്ടനത് കൊടുത്തു വിടണം. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ. ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കുന്നതായിരിക്കും. ശരിക്കും നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടില്ല ആ ഒരു കറി പോലെയൊക്കെ ഉണ്ടാവും. ഏട്ടന് ഞാനില്ലേ ഒരിക്കൽ ഉണ്ടാക്കി കൊടുത്തപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഒന്നും കൂടെ അങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഏട്ടൻ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഏട്ടനുള്ള ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മാങ്ങേൻ്റെ അച്ചാറും അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളിതാ എന്നെക്കാട്ടും മുമ്പായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ട്. ഇതിപ്പം എപ്പോഴാണ് നിന്ന് പോകാമെന്നറിയില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാനും നച്ചും കൂടെ ലിഫ്റ്റിൽ കയറി താഴെ പോയി ചോറ് കൊടുത്ത് തിരിച്ച് വരുന്ന സമയത്തിൽ ഇത് പകുതിക്ക് വെച്ച് ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട്. മുകളിൽ 5ാമത്തെ നിലയിൽ എത്താനായിട്ടുണ്ട്. പക്ഷേങ്കിൽ എത്തിയിട്ടില്ല. പകുതിക്ക് അങ്ങ് നിന്നുപോയി. അയ്യോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പല്ലവിക്കനെ ഉറക്കനെ വിളിച്ചപ്പോൾ പല്ലവിക്ക് വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു നമുക്ക് ഓഫീസിൽ ഇതിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് താഴെ, അവിടെ വിളിച്ച് പറയാതെ. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ഞെക്കി നോക്കുമ്പം താഴോട്ട് പോയി. പിന്നെ ഒന്ന് പ്രസ് ചെയ്തപ്പം ശരിക്കും മുകളിലോട്ട് വന്നു കേട്ടോ. ചില ടൈമിൽ ഇതിനിങ്ങനെയാണ്, ചില ടൈമിൽ അങ്ങ് നിന്ന് പോവും. അങ്ങനെ ഒരിക്കലും അപ്പുറത്ത് അവരില്ലേ പോകുമ്പോൾ സ്കൂളിലെത്താൻ പോകുമ്പം പെട്ടെന്ന് കറണ്ട് പോയപ്പം പകുതിക്ക് വെച്ച് നിന്ന്. പിന്നെ ഇതെല്ലാം കൂടെ പൊട്ടിച്ചിട്ടാണ് പുറത്തെടുത്തത്. അപ്പം ഈ ഒരു ലിഫ്റ്റിന് അത്ര കണ്ടങ്ങ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കൊടുത്തു വന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് നേരത്തെ ആയിരുന്നു ഒന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും ഹേമേൻ്റെ ഹസ്ബൻഡും പിന്നെ ഏട്ടനും മോളൊക്കെ ഇവിടെ അടുത്തൊരു സ്നോ സിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഒത്തിരി നാളായി അവിടെ പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പോവാം. പോയിട്ട് വേഗം അങ്ങ് പോരാ, അധികമൊന്നും സ്പെൻഡൊന്നും ചെയ്യണം. സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫോട്ടോസിൻ്റെ അടുത്തുനിന്ന് 5 മിനിറ്റ് എങ്ങാണ്ടുള്ളൂ ഇവിടത്തേക്ക്. അങ്ങനെ അവിടെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നില്ല. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അൺലിമിറ്റഡാണ്. ഒരാൾക്ക് 800 രൂപയാണ്. കുട്ടികൾക്ക് പൈസ വേണ്ട. നമുക്ക് എത്ര സമയം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം. അൺലിമിറ്റഡാണ്. പക്ഷേ നമുക്കൊരു അരമണിക്കൂർ പോയിട്ട് ഒരു 1/4 മണിക്കൂർ പോലും അതിൻ്റെ ഉള്ളിൽ തെളിച്ച് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടതൊക്കെ അറിയില്ല. ഇതിങ്ങനെ ശരിക്കുള്ളൊരു ഇതല്ലല്ലോ, തണുപ്പല്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളിതിൻ്റെ ഈ ഒരു സ്നോ നമ്മൾ കയ്യിലേക്ക് വാരുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളമായി പോകുന്നുണ്ടായിരുന്നേ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ നിന്നു. ഒരു 1/4 മണിക്കൂർ, ഒരു 20 മിനിറ്റ്, അതിൽ കൂടുതൽ നിന്നിട്ടില്ല കേട്ടോ. നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു തണുപ്പന്നും.
അപ്പം മോക്കും ഞാൻ അവൾക്ക് ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അവിടെ അവള് ഹേമയൊക്കെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെയും വരുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അടിപൊളിയൊരു സ്പേസാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് 800 രൂപയാണ്. അതൊരു കുഴപ്പമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒത്തിരി നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല, അത്രയും തണുപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.